നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരണപ്പെട്ടതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് KGMOയുടെ തീരുമാനം. തിരുവനന്തപുരം ജില്ലയിൽ നാളെ മുതൽ KGMOയെ വീണ്ടും സമരത്തിലേക്ക്. സ്പെഷ്യാലിറ്റി OP സേവനങ്ങളും അടിയന്തര ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായ സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സനിസ, ഈ വിഷയത്തിന് പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് അടക്കം ഈ ഡോക്ടറെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. പക്ഷേ അത് കണക്കാക്കാൻ കൂട്ടാക്കാതെ ചെവിക്കൊള്ളാതെ KGMOയെ അന്നേ പ്രതിഷേധം തുടങ്ങിയതാണ്. ദേ വീണ്ടും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പറയുന്നു. ഉയർന്നിരുന്നു. അതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. അതിനെ തുടർന്ന് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്തിരുന്നു. ഈ കയ്യേറ്റം ചെയ്ത നടപടിയിലും അറസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു KGMOയെ കുറെ കാലത്തേക്ക് ഇത്തരത്തിൽ OP ബഹിഷ്കരണവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയായിരുന്നു ആ ഒരു സമരം നിർത്തിവെച്ചത്. എന്നാൽ വീണ്ടും നാളെ മുതൽ സമരത്തിലേക്ക് ഇറങ്ങാനാണ് KGMOയുടെ തീരുമാനം. ഇത്തരത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ നടപടിയിലാണ് പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബിന്ദു സുന്ദറിനെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചതാണ്. എന്നാൽ അതിലൊരു തുടർ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് KGMOയുടെ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുള്ള കാരണം. അവരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയോ, എന്നാൽ അവരുടെ അന്തിമമായിട്ട് അവർക്ക് കൊടുക്കാനുള്ള നടപടി എന്താണ് എന്നതിലൊരു തീരുമാനം ഉണ്ടാക്കാത്തതിലാണ് ഇപ്പോൾ KGMOയെ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നത്. കൂടാതെ തന്നെ ആശുപത്രി സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്തവരെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കോടതി അവരെ വെറുതെ വിടുകയായിരുന്നു. ആ ഒരു സംഭവത്തിലും ഇവർ പ്രതിഷേധം ശക്തമാക്കാൻ ഒരു നടപടി വേണം എന്നതിലേക്ക് തന്നെയാണ് KGMOയെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ 2 കാര്യങ്ങളിലും ഒരു നടപടി എടുക്കും വരെ സ്പെഷ്യാലിറ്റി OP സേവനങ്ങളും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം ജില്ലാ ആശുപത്രികളിൽ തിരുവനന്തപുരത്തെ ജില്ലാ ആശുപത്രി. ശരി, അപ്പം സനിസയാണ് വിവരങ്ങൾ നൽകി. KGMOയെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നു.